വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മൂന്നാമത്തെ അധ്യായം. എന്താ ഈ അധ്യായത്തിൽ പറയണത്? കാമ്യോപാസന, അതാണ് വിഷയം. മനുഷ്യർ ഓരോരോ ദേവന്മാരെ ആശ്രയിച്ച് ഓരോരോ വരങ്ങൾ സമ്പാദിക്കുന്നു. ആഗ്രഹിക്കുന്ന ഫലം അത് ലഭിക്കും. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവരും ഇനി ഒന്നിലും ആഗ്രഹമില്ലാത്തവരും ഇനി മോക്ഷം ആഗ്രഹിക്കുന്നവരും ആരെ ഭജിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. ഇതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ സാരം. ആഗ്രഹമുള്ളവരും ആഗ്രഹമില്ലാത്തവരും മോക്ഷം ആഗ്രഹിക്കുന്നവരും ഭഗവാനെ ആശ്രയിക്കുക, ഭജിക്കുക. മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭക്തിയോടെ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കുക, ആശ്രയിക്കുക, ഭജിക്കുക. അവർ ഭാഗ്യവാന്മാർ. അവർ മെല്ലെ 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 പരമമായ ജ്ഞാനം നേടുന്നു. ഇനി ഭജിക്കാതിരിക്കുന്നവരുടെ കഥയോ, അത് കഷ്ടമാണ്. തൃപ്തിയില്ലാതെ, സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ ഈ ജന്മം അവസാനം വിഫലമാവും. ഇതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ സാരം. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഏവമേതന്നികദിതം പൃഷ്ടവാൻ യദ്ഭവാൻ മമ. ഏവമേതന്നികദിതം പൃഷ്ടവാൻ യദ്ഭവാൻ മമ. നൃണാം യന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. ഏവമേതന്നികദിതം പൃഷ്ടവാൻ യദ്ഭവാൻ മമ. നൃണാം യന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. ശ്രീശുകർ പറയാണ്. ശ്രീശുക ഉവാച. എന്താ ശ്രീശുകർ പറയണത്? അല്ലയോ പരീക്ഷത്തെ, പൃഷ്ടവാൻ യത് ഭവാൻ മമ നൃണാം യൻ മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. മനുഷ്യരായി ജനിച്ചവരിൽ വിദ്വാൻമാരായി ഭവിച്ചവരും മ്രിയമാണാനാം മരണമടുത്തിരിക്കുന്നവരുമായ നൃണാം മനുഷ്യർക്ക് യത് യാതൊന്നിനെ ഭവാൻ മമ അങ്ങ് എന്നോട് യത് പൃഷ്ടവാൻ എന്ത് ചോദിച്ചുവോ ഏതത് ഏവം നിഗദിതം ദാ ഇതെല്ലാം ഇപ്രകാരം ദാ പറയപ്പെട്ടു. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാനെ നിരന്തരം കേൾക്കണം, കീർത്തിക്കണം. മനസ്സ് ഈശ്വരാകാരമായി തീരണം. അവസാനം നാരായണ സ്മരണയോടെ ഈ ശരീരം വെടിയണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് സാരം. ഇനി ഞാൻ എന്ത് പറഞ്ഞു തരാം? ആഗ്രഹങ്ങളുള്ളവരുടെ, പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവരുണ്ടാവുമല്ലോ. മനസ്സിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അടക്കാൻ സാധിക്കാത്തവർ, അവർ എന്ത് ചെയ്യണം? മനസ്സിനെ അടക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവർക്കുള്ള ഉപാസനാ സമ്പ്രദായം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയണം. നോക്കാം. രണ്ടാമത്തെ ശ്ലോകം. ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമഃ പ്രജാപതീൻ. വ്യക്തമാണ്, വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ശ്ലോകം കേൾക്കുമ്പം തന്നെ പദങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അർത്ഥം കിട്ടും. ബ്രഹ്മവർച്ചസകാമസ്തു, ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവൻ അവർ ആരെ ഭജിക്കണം? ബ്രഹ്മണസ്പതിം, ബ്രഹ്മാവിനെ ഭജിക്കണം. പിന്നെയോ
ഇന്ദ്രമിന്ദ്രിയകാമസ്തു. ഇന്ദ്രനെ ഭജിക്കണം. ആര്? ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവൻ ഇന്ദ്രനെ ഭജിക്കണം. പിന്നെയോ പ്രജാകാമ പ്രജാപതീൻ. പ്രജാകാമ സന്തതി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവൻ ആരെ? പ്രജാപതിമാരെ, ദക്ഷൻ മുതലായ പ്രജാപതിമാരെ ഉപാസിക്കണം, ഭജിക്കണം. ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മാവിനെയും, ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ ഇന്ദ്രനെയും, സന്തതി ആഗ്രഹിക്കുന്നവർ പ്രജാപതികളെയും ആരാധിക്കണം. ഇനി സമ്പത്ത് ആഗ്രഹിക്കുന്നവർ ദേവീം മായാം തു ശ്രീകാമഃ തേജസ്കാമോ വിഭാവസും വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോഥ വീര്യവാൻ. ദേവീം മായാം തു ശ്രീകാമഃ. ശ്രീകാമഃ ശ്രീ ഐശ്വര്യം. ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ ആരെ ഭജിക്കണം? ദേവീം മായാം തു ശ്രീകാമഃ ആണ്. ആരെ ഭജിക്കണം? ദേവിയെ. ദേവിയെ? മായാദേവിയെ. ആരാധ? ദുർഗാ ഭഗവതിയെ. അതാണ്, ദുർഗയെ ആരാധിക്കണം. പിന്നെയോ അടുത്തത് ദേവീം മായാം തു ശ്രീകാമഃ തേജസ്കാമോ വിഭാവസും. തേജസ്സാണ് ആഗ്രഹിക്കണതെങ്കിൽ അവരാരെ ആരാധിക്കണം? വിഭാവസും. ആരാ വിഭാവസും? അഗ്നിദേവൻ. അഗ്നിദേവനെ ആരാധിക്കണം. ഇനി വസുകാമോ, വസു ധനം, ധനം ആഗ്രഹിക്കുന്നവർ വസുകാമഃ ആരെയാണ്? വസൂൻ രുദ്രാൻ വീര്യകാമോഥ വീര്യവാൻ. ധനത്തിനോടാണ് മോഹമെങ്കിൽ വസൂൻ, വസുക്കളെ ആരാധിക്കണം. അഷ്ടവസുക്കൾ പ്രസിദ്ധമാണ്, ആ വസുക്കളെ ആരാധിക്കണം. വീര്യകാമഃ നല്ല വീര്യം, പ്രഭാവം ആഗ്രഹിക്കുന്നവൻ ആരെ ആരാധിക്കണം? വീര്യവാൻ രുദ്രാൻ. പ്രഭാവത്തോടു കൂടിയുള്ള ആ രുദ്രനെ അല്ലെങ്കിൽ ഏകാദശ രുദ്രന്മാരെ ഉപാസിക്കണം. വ്യക്തമാണ്. സമ്പത്തിനെ ആഗ്രഹിക്കുന്നവർ മായാദേവിയെയും, തേജസ്സിനെ ആഗ്രഹിക്കുന്നവർ അഗ്നിയെയും, ധനത്തെ ആഗ്രഹിക്കുന്നവർ വസൂൻ അഷ്ടവസുക്കളെയും, പിന്നെ പ്രഭാവത്തെ ആഗ്രഹിക്കുന്നവർ രുദ്രന്മാരെയും ആരാധിക്കണം. 4-ാമത്തെ ശ്ലോകം നോക്കാം. അന്നാദ്യകാമസ്ത്വദിതിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമഃ സാധ്യാൻ സംസാധകോ വിശാം. എന്താ പറയണത്? അന്നാദ്യകാമഃ തു അതിഥിം. അന്നാദ്യകാമഃ അന്നം മുതലായ ആഹാരപദാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവൻ അതിഥിയെ ആരാധിക്കണം. അതിഥി ദേവിയെ ആരാധിക്കണം. പിന്നെയോ സ്വർഗകാമഃ അതിഥേഹേ സുതാൻ. സ്വർഗം ആഗ്രഹിക്കുന്നവരോ, സ്വർഗം എന്ന ലോകത്തെ ആഗ്രഹിക്കുന്നവർ അതിഥിയുടെ പുത്രന്മാരെ, ആദിത്യന്മാരെ എന്നർത്ഥം, ദ്വാദശാദിത്യന്മാരെ പ്രാർത്ഥിക്കണം. പിന്നെയോ രാജ്യകാമഃ വിശ്വാൻ ദേവാൻ. രാജ്യം ആഗ്രഹിക്കുന്നവർ, രാജ്യത്തെ ആഗ്രഹിക്കുന്നവർ ആരെ ആരാധിക്കണം? വിശ്വദേവന്മാരെ. വിശ്വാൻ ദേവാൻ, വിശ്വദേവന്മാരെയും. പിന്നെയോ സാധ്യാൻ സംസാധകോ വിശാം. വിശാം സംസാധകഃ സാധ്യാൻ. ദേശത്തുള്ളവരെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രജകൾ തൻ്റെ സ്വാധീനത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരാരെ? അതാണ് വിശാം എന്ന് പറഞ്ഞാൽ വിശാം സംസാധകഃ, രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാധീനം വേണ്ടവർ. സംസാധകഃ സ്വാധീനം. സാധ്യാൻ സാധ്യ ദേവന്മാരെയും ഉപാസിക്കണം, സാധ്യന്മാരെയും പൂജിക്കണം. ഇതൊക്കെ ദേവന്മാരുടെ വിഭാഗമാണ്. ഇതൊക്കെ സാധ്യന്മാർ എന്ന ദേവന്മാരുണ്ട്, പിന്നെ വിശ്വദേവന്മാർ, ഇവരൊക്കെ ദേവന്മാരാണ്. അപ്പം ഇങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കണം.
അന്നം മുതലായ ആഹാരപദാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്നവർ അതിഥി ദേവിയെയും, ഇനി സ്വർഗം ആഗ്രഹിക്കുന്നവർ അതിഥിയുടെ പുത്രന്മാരായ ആദിത്യന്മാരെയും, രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശ്വദേവന്മാരെയും, ദേശത്തുള്ളവരെ അവരെ സ്വാധീനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സാധ്യന്മാർ എന്ന ദേവന്മാരെയും ആരാധിക്കണം. 4 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 5-ാമത്തെ ശ്ലോകം നോക്കാം. അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. ആയുഷ്കാമോശ്വിനൗ ദേവൗ പുഷ്ടികാമ ഇളാം യജേത് പ്രതിഷ്ഠാകാമഃ പുരുഷോ രോദസീ ലോകമാതരൗ. ആയുസ് ആഗ്രഹിക്കുന്നവർ, ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ, അതാണ് ആയുഷ്കാമഃ. അശ്വിനൗ ദേവൗ, ആയുസ് ആഗ്രഹിക്കുന്നവർ അശ്വിനി ദേവന്മാരെ ആരാധിക്കണം. ഇതിൽ കുറേ ദേവന്മാരുടെ പേര് പറയും. അതിലൊന്നും കൂടുതൽ നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ഉദ്ദേശം ശാന്തി, തൃപ്തി, സമാധാനമാണ്. അതാണ് മുഖ്യം. അതിലേക്കാണ് ഈ അധ്യായം കൊണ്ടുപോകുന്നതും. അപ്പോൾ ഈ ദേവന്മാരെയൊക്കെ നമ്മൾ വല്ലാതെ അന്വേഷിച്ച് പരിശോധിക്കേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. പേരുകളൊന്ന് ശ്രദ്ധിക്കുക, അത്രമാത്രം. അപ്പോൾ ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ അശ്വിനി ദേവന്മാരെ ആരാധിക്കണം. ആരാ അശ്വിനി ദേവന്മാർ? ദേവന്മാരുടെ വൈദ്യന്മാരാണ്. അവരുടെ പേര് നാസത്യൻ, ദസ്രൻ എന്നൊക്കെയാണ്. അപ്പോൾ അവരെ ആരാധിച്ചാൽ ആയുസ് ഉണ്ടാവും. അപ്പോൾ ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടി അവരെ ആരാധിക്കുക. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. പുഷ്ടികാമഹ ഇളാം, പുഷ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. പുഷ്ടി പറഞ്ഞാൽ അഭിവൃദ്ധി. അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ ഇള പറഞ്ഞാൽ ഭൂമി. ഇളാം ഭൂമിദേവിയെ ആരാധിക്കണം. പ്രതിഷ്ഠാകാമഹ, സ്ഥിരപ്രതിഷ്ഠ ആഗ്രഹിക്കുന്നവർ ആരെ ആരാധിക്കണം? ലോകമാതാക്കളായ ദ്യാവാ പൃഥിവികളെയും ഉപാസിക്കണം. ഇതാണ് ലോകമാതരൗ രോദസീ യജേത്. ഇനി 6-ാമത്തെ ശ്ലോകം നോക്കൂ. 6-ാമത്തെ ശ്ലോകം. രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോപ്സരൗർവശീം ആധിപത്യകാമഃ സർവേഷാം യജേത പരമേഷ്ഠിനം. രൂപാഭികാമഃ, സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നവർ. ഗന്ധർവാൻ, ഗന്ധർവന്മാരെ ആരാധിക്കുക. പിന്നെയോ സ്ത്രീകാമഃ, സ്ത്രീയെ ആഗ്രഹിക്കുന്നവർ, സ്ത്രീകളെ ആഗ്രഹിക്കുന്നവർ. ഉർവശിയെ, അപ്സരസിൽ ഒരുവളായ ഉർവശിയെ ആരാധിക്കുക. പിന്നെ എല്ലാവരുടെയും അധിപതിയായിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നവർ, അവരാരെ ആരാധിക്കുക? ബ്രഹ്മാവിനെ ആരാധിക്കണം. ആധിപത്യകാമഃ സർവേഷാം യജേത പരമേഷ്ഠിനം, പരമേഷ്ഠി ബ്രഹ്മാവ്. 7-ാമത്തെ ശ്ലോകം. യജ്ഞം യജേത് യശസ്കാമഃ കോശകാമഃ പ്രചേതസം വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാം സതീം. യജ്ഞം യജേത് യശസ്കാമഃ, യശസ്കാമഃ കീർത്തിയെ കാക്ഷിക്കുന്നവൻ, കീർത്തിയെ ആഗ്രഹിക്കുന്നവർ. യജ്ഞം, യജ്ഞഭഗവാനെയും. പിന്നെയോ കോശകാമഃ, ധനം ആഗ്രഹിക്കുന്നു, ധനശേഖരത്തെ ആഗ്രഹിക്കുന്നവർ. ഭണ്ഡാരം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെ ആരാധിക്കണം? വരുണനെ ആരാധിക്കണം. ആണ് കോശകാമഃ പ്രചേതസം. ആരാ പ്രചേതസം? പ്രചേതസം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് വരുണൻ. അപ്പം വരുണനെ ആരാധിക്കണം. പിന്നെയോ വിദ്യാകാമഃ തു ഗിരിശം, വിദ്യയെ അർത്ഥിക്കുന്നവൻ, നമ്മളുടെയൊക്കെ ഗുരുവായിരിക്കുന്ന ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം, ദക്ഷിണാമൂർത്തി എന്നാണ്. ഗിരിശം, ശിവനെ, ദക്ഷിണാമൂർത്തിയെ ആരാധിക്കണം. ദാമ്പത്യാർത്ഥ, ദാമ്പത്യ സൗഖ്യം വേണ്ടവർ, ദാമ്പത്യ സുഖത്തെ ആഗ്രഹിക്കുന്നവർ ആരെ ആരാധിക്കണം? ശ്രീ പാർവതിയെ. സതീം ഉമാം യജേത്, പതിവ്രതാരത്നമായ ആ ഉമാദേവിയെ ആരാധിക്കണം. വ്യക്തമായില്ലേ? കീർത്തിയെ ആഗ്രഹിക്കുന്നവർ യജ്ഞഭഗവാനെയും, ധനം വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വരുണനെയും, വിദ്യയെ ആഗ്രഹിക്കുന്നവർ പരമേശ്വരനെയും, ദാമ്പത്യ സുഖം ആഗ്രഹിക്കുന്നവർ പതിവ്രതാരത്നമായ ഉമാദേവിയെയും ആരാധിക്കണം. ഇനി 8-ാമത്തെ ശ്ലോകം. ധർമാർത്ഥ ഉത്തമ ശ്ലോകം തന്തും തന്വൻ പിതൃണ്യജേത് രക്ഷാകാമഃ പുണ്യജനാൻ ഓജസ്കാമോ മരുദ്ഗണാൻ. ധർമാർത്ഥ, ധർമ്മത്തിൽ താല്പര്യമുള്ളവൻ, ധാർമ്മികനായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവർ
അവരാരെ ആരാധിക്കണം? ഉത്തമ ശ്ലോകൻ എന്ന ഉപാധിയോടുകൂടിയ വിഷ്ണുവിനെ ആരാധിക്കണം. ഉത്തമ ശ്ലോകൻ എന്നു പേരുള്ള ആ വിഷ്ണു ഭഗവാനെ ആരാധിക്കുക. പിന്നെയോ അടുത്തതെന്താ? തന്തും തന്വൻ പിതൃണി യജേത്. തന്തും, തന്തു പറഞ്ഞ നൂലെന്ന് അർത്ഥം. ഇവിടെ തന്തും എന്നുള്ളത് കൊണ്ട് അച്ഛൻ മകൻ ഇങ്ങനെയുള്ള ആ ഒരു സന്താന അഭിവൃദ്ധി അത് തുടർന്ന് പോകണം. തൻ്റെ കുലം അങ്ങനെ നിന്ന് പോകണം, സന്താന അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ പിതൃദേവന്മാരെ ആരാധിക്കണം. പിന്നെ പലതരത്തിലുള്ള ബാധകളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ യക്ഷന്മാരെ ആരാധിക്കണം. അതാണ് രക്ഷാകാമ പുണ്യജനാൻ ഓജസ്കാമോ മരുദ്ഗണാൻ. ഇനി ഓജസ് ആഗ്രഹിക്കുന്നവർ, ഓജസ് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ബലം, അതാഗ്രഹിക്കുന്നവർ മരുത്തുക്കളെയും ആരാധിക്കണം. അതാണ് ഓജസ്കാമ മരുദ്ഗണാൻ. ഇനി എന്താ പറയണത്? 9ാമത്തെ ശ്ലോകം. രാജ്യകാമോ മനൂൻ ദേവാൻ നിർത്തിം ത്വഭിചരണ്യജേത് കാമകാമോ യജേത് സോമം അകാമഃ പുരുഷം പരം. രാജ്യകാമോ മനൂൻ ദേവാൻ നിർത്തിം ത്വഭിചരണ്യജേത് കാമകാമോ യജേത് സോമം അകാമഃ പുരുഷം പരം. രാജ്യകാമഃ, രാജ്യത്തെ ആഗ്രഹിക്കുന്നവർ. മനൂൻ ദേവാൻ, മന്വന്തരത്തെ പാലിക്കുന്ന ദേവന്മാരെ, മന്വന്തര ദേവന്മാരെയും. ഇനിയോ അഭിചരൻ നിർദിം തു യജേത്. അഭിചരൻ, ശത്രുനാശം അഭിലഷിക്കുന്നവൻ, ശത്രുക്കളൊക്കെ ഇല്ലാണ്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്നവർ നിർദിയെ ആരാധിക്കണം. പിന്നെയോ കാമകാമഃ യജേത്, ശാരീരിക ഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവർ, ഭോഗേച്ഛയുള്ളവൻ സോമം, സോമനെ ചന്ദ്രനെ ഉപാസിക്കണം. പിന്നെയോ അകാമഹ പുരുഷം പരം, ആഗ്രഹമൊന്നുമില്ലാത്തവർ, അങ്ങനെയാവ വേണ്ടത്. ആഗ്രഹമൊന്നുമില്ലാത്തവർ ആരെ ആരാധിക്കണം? പരമപുരുഷനായ ആ ശ്രീഹരിയെ, ഭഗവാനെ ആരാധിക്കണം. ഇനി 10ാമത്തെ ശ്ലോകം, അതാണ് വളരെ പ്രധാനം. ആ ഒരു ശ്ലോകം മാത്രമേ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക, അതാണ് മുഖ്യം. മറ്റ് ശ്ലോകങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോകരുത്. ഈ ഒരു ശ്ലോകമാണ് പ്രധാനം. 10ാമത്തെ ശ്ലോകം എന്താണ്? അകാമഃ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഇതാണ് മുഖ്യം. ഒന്നിനെയും ആഗ്രഹിക്കാത്തവരും എല്ലാത്തിലും ആഗ്രഹമുള്ളവരും മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരും തീവ്ര ഭക്തിയോഗം കൊണ്ട് ആ പരമപുരുഷനായ ഭഗവാനെ ആരാധിക്കുന്നതാണ് നല്ലത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ താല്പര്യം. അകാമഹ, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത, ആഗ്രഹമെല്ലാം അകന്നിരിക്കുന്ന ഏകാന്ത ഭക്തൻ. സർവകാമഹ, പലതിനോടും ആഗ്രഹമുള്ള ആൾ. മോക്ഷകാമഹ, മോക്ഷത്തെ മാത്രം ആഗ്രഹിക്കുന്നവൻ. ഉദാരധീഹി, ബുദ്ധിമഹത്വത്തോടു കൂടിയവനായിട്ട്. തീവ്രേണ, കർശനമായ തീവ്രമായ ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട് പരം പുരുഷം യജേത, ആ പരമമായ പുരുഷനെ, ആ സർവേശ്വരനെ ഉപാസിക്കുക. തൊട്ട് മുകളിൽ 9 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ പല കാര്യങ്ങളും കണ്ടു. ഓരോ ദേവന്മാരെ ഓരോ ഫലത്തിനു വേണ്ടി ആരാധിക്കുക. എന്നാൽ ഈ പരമപുരുഷനായ ഭഗവാനാവട്ടെ, മഹാവിഷ്ണു ആവട്ടെ, നമ്മളുടെ തലം മനസ്സിലാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്ന്, അത് മാത്രമല്ല നമ്മൾ ചോദിക്കാത്തതും തരും. നമ്മൾ മോക്ഷം ചോദിച്ചോളണമെന്നില്ല, ശാന്തി തൃപ്തി സമാധാനം ചോദിച്ചോളണമെന്നില്ല, അതും തന്ന് നമ്മളെ അനുഗ്രഹിക്കും. സകല സുഖത്തെയും തന്ന് അവസാനത്തിൽ മോക്ഷത്തെയും നൽകി നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആ ഭഗവാനെ, ആ പരമപുരുഷനെ ആരാധിക്കുകയാണ് വേണ്ടത്. തുച്ഛങ്ങളായിട്ടുള്ള ആഗ്രഹമുള്ളവരും ഇനി ആഗ്രഹമൊന്നും ഇല്ലാത്തവരും ഇനി മോക്ഷം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒക്കെ ആ ഭഗവാനെ എപ്പോഴും സദാ ആരാധിക്കുക. അതാണ് മുഖ്യം.
ഏതാവാനേവ യജതാം ഇഹ നിശ്രേയസോദയഃ ഭഗവത്യചലോ ഭാവോ യദ്ഭാഗവതസംഗതഃ. 11-ാമത്തെ ശ്ലോകം. ഏതാവാനേവ യജതാമിഹ നിശ്രേയസോദയഃ ഭഗവത്യചലോ ഭാവോ യദ്ഭാഗവതസംഗതഃ. ഏതാവാൻ ഇഹ യജതാം, ഇത്രത്തോളം, ഏതാവാൻ ഏവ, ഇത്രത്തോളം മാത്രമാണ്. ഇവിടെ പറഞ്ഞ വിധം നാനാദേവന്മാരെ ഉപാസിക്കുന്നവർക്കുണ്ടാവുന്ന നിശ്രയസോദയ, നന്മയുടെ ഉദയം ഇത്രത്തോളമാണ്. എത്രത്തോളം? യത് ഭാഗവത സംഗതഃ ഭഗവതി അചലഃ ഭാവഃ. യത് എന്തെന്നാൽ ഭാഗവത സംഗതഃ, ഭഗവത് ഭക്തന്മാരുടെ സമ്പർക്കം കൊണ്ട് ഭഗവാനിൽ ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവുക എന്താണ് ഇത്രയും മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ തരത്തിൽ ഉപാസിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? ഭഗവാനിൽ ഭക്തി വർദ്ധിക്കട്ടെ, മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈശ്വരോപാസന കൊണ്ട് സാധിക്കേണ്ട ഫലം ഇതാണ്, ഭഗവാനിൽ നിശ്ചല ഭക്തി. ഓരോരോ കാര്യങ്ങൾ നേടാനായിട്ട് ഭജിക്കുകയാണെങ്കിലും ഭജിച്ചു തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? കാര്യങ്ങൾ നേടിയാലും ഇല്ലെങ്കിലും ഭഗവാനെ എനിക്ക് അങ്ങയെ വേണം എന്നുള്ള ഭാവം വളരുക. ഇതാണ് മുഖ്യം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആഗ്രഹിച്ച ഫലം കിട്ടില്ല എന്നല്ല, അത് കിട്ടും. പക്ഷെ അതിൽ നിൽക്കാതെ, അതിൽ മുങ്ങിപ്പോവാതെ, ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവാനെ ഭജിക്കുക, കാര്യങ്ങൾ നേടിത്തരുന്ന ഒരു വസ്തുവായി ഭഗവാനെ കാണാതെ ഭഗവാനോട് പ്രേമം വർദ്ധിക്കുക, ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിക്കുക, ആ ഭാഗത്തിന് ഹൃദയം വിശാലമാവുക. ഭഗവത് കഥകളെ ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ട് ഫലം അതാണ്. ഹൃദയത്തിലുള്ള തുച്ഛങ്ങളായിട്ടുള്ള ഭാവങ്ങളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധാവും, നിസ്സംഗമാവും. പല പല ദേവന്മാരെയും പല കാര്യങ്ങൾക്കായി വേണ്ടത്ര ബുദ്ധി ഇല്ലാത്തവർ ഉപാസിക്കും. വലിയ ബുദ്ധിയുള്ളവരെന്തായാലും ഭഗവാനെ മാത്രമേ ഉപാസിക്കുള്ളൂ. അത് പ്രത്യേകിച്ച് കാര്യങ്ങൾ നേടാനാവില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള അല്പബുദ്ധികൾ ചിലപ്പം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപാസിക്കും, തരക്കടില്ല. മറ്റ് പലരുടെ മുന്നിൽ യാചിക്കണേക്കാൾ നല്ലത് ഭഗവാനോട് യാചിക്കുക തന്നെയാണ്. അതുകൊണ്ട് അത് തെറ്റില്ല, തെറ്റാന്ന് പറയണില്ല. പക്ഷേ അങ്ങനെ നേടിക്കിട്ടണത് അത് നശ്വരമായിരിക്കും, നിസ്സാരമാവും, ചെറുതായിരിക്കും, എന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നതും ആവും. അപ്പം വേണ്ടതെന്താണ്? എന്നും നിൽക്കുന്ന ശാന്തി, ആത്യന്തികമായ ദുഃഖനിവൃത്തി. അപ്പം അതാണ് മുഖ്യം. പരമപുരുഷാർത്ഥമായ മോക്ഷം, സംസാര മുക്തി. ഇതിന് ഏറ്റവും എളുപ്പം ഭക്തിയോഗമാണ്. അതുകൊണ്ട് ഹൃദയം ശുദ്ധമായി ആ മുക്തിക്കായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുക, അതാണ് പ്രധാനം. ദേവതോപാസനകളൊന്നും തെറ്റാന്ന് പറയണില്ല, ഒക്കെ ആവാം. അതൊക്കെ മെല്ലെ മെല്ലെ ഹൃദയം ശുദ്ധമാവാനും സത്സംഗത്തിനും ഇടയാക്കും എന്നതുകൊണ്ട് അത് തെറ്റല്ല, അതാവാം. പക്ഷേ ക്രമേണ ഭക്തി വർദ്ധിക്കണം. മറ്റ് ഏത് ദേവന്മാരെ ഭജിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ 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 ഭക്തി വർദ്ധിക്കണം. ഭക്തി വർദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു ഭജനം കൊണ്ടും കാര്യമില്ല. ഭക്തിയോഗ പ്രാപ്തിയാണ് ഇവിടെ ഫലമായി ഉദ്ദേശിക്കുന്നത്. ഏതാവാൻ ഏവ, അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. ഏതാവാൻ, ഇത്രമാത്രം. നന്മയുടെ ഉദയം. ഈ പറഞ്ഞ ദേവത ഉപാസന കൊണ്ട് ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നിശ്ചല ഭക്തി ആ ഭഗവാനിലുണ്ടാവുക. ഇത്തായില്ലേ? ചിത്തശുദ്ധി അത് വർദ്ധിക്കുക, ഭഗവത് ഭക്തി ഉണ്ടാവുക. ആഗ്രഹം നടക്കണോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം, നടക്കട്ടെ. പക്ഷേ പ്രധാന ഉദ്ദേശം ചിത്തശുദ്ധി. നോക്കാം 12-ാമത്തെ ശ്ലോകം. 12-ാമത്തെ ശ്ലോകം നോക്കാം. ജ്ഞാനം യഥാ പ്രതിനിവൃത്തഗുണോർമി ചക്രമാത്മപ്രസാദ ഉത യത്ര ഗുണേഷ്വസംഗഃ കൈവല്യസമ്മതപഥസ്ത്വഥ ഭക്തിയോഗഃ കോ നിർവൃതോ ഹരികഥാസു രതിം ന കുര്യാത്
ജ്ഞാനം യഥാ പ്രതിനിവൃത്തഗുണോർമിചക്രമാത്മപ്രസാദ ഉത യത്ര ഗുണേഷു അസംഗഃ കൈവല്യസമ്മതപഥസ്ത്വഥ ഭക്തിയോഗഃ കോ നിർവൃതോ ഹരികഥാസു രതിം ന കുര്യാത്. ജ്ഞാനം യത് ആപ്രതിനിവൃത്ത ഗുണോർമ്മി ചക്രം, ഇങ്ങനെയാണ് അതിൻ്റെ പദച്ഛേദം വരിക. എന്താ അർത്ഥം? എല്ലാറ്റിൽ നിന്നും പ്രതിനിവർത്തിച്ചിരിക്കുന്ന ഗുണോർമ്മികളുടെ സമൂഹത്തോടു കൂടിയ സത്വാദി ഗുണങ്ങളുടെ തരംഗങ്ങളായ രാഗദ്വേഷാദികളുടെ ആ പരമ്പര അതടങ്ങാൻ, അല്ല അതിൻ്റെ ശാന്തിയെ പ്രാപിക്കുവാൻ ഉതകുന്ന ജ്ഞാനം, അറിവ്, യത് യാതൊന്നാണോ. താല്പര്യം മനസ്സിലായില്ലേ? സത്വം രജസ് തമം തമസ്, ഈ മൂന്ന് ഗുണങ്ങൾ, അതിൻ്റെ തരംഗങ്ങളായ അതിൽ നിന്ന് പൊന്തി വരുന്ന രാഗം ദ്വേഷം, ഇതൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിൻ്റെ ശാന്തി അതെവിടെ ഉണ്ടാവുള്ളൂ? ജ്ഞാനത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജ്ഞാനം, ആ അറിവ് യാതൊന്നാണോ അത്. ഉത ആത്മപ്രസാദ, അതിൽ പിന്നെ അന്ധക്കരണശുദ്ധിയും. ഗുണേഷു അസംഗഃ, ഇവിടെ ഗുണേഷു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയാർത്ഥങ്ങളിൽ. അസംഗഃ വിരക്തി, ഇന്ദ്രിയാർത്ഥങ്ങളിൽ വിരക്തനായി. അഥതു അതിനുശേഷം കൈവല്യസമ്മതപഥ, മുക്തിയിലേക്കുള്ള ആ സമ്മതപഥ, സർവസമ്മതമാർഗമായ ഭക്തിയോഗ, ഭക്തിയോഗവും യത്ര ഇവിടെയാണോ, അങ്ങനെയുള്ള ഹരികഥാസു, ഹരികഥകളിൽ, ഭഗവാന്റെ കഥകളിൽ, നിർവൃത രസം കൊണ്ട് ആനന്ദിച്ചിരിക്കുന്ന കഹ ആരാണ്, രതിം ന കുര്യാത്, രതിം ന കുര്യാത്, രതിയെ ചെയ്യുകയില്ല. എന്താ പറയണത്? ശുദ്ധമായ മനസ്സിൽ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവും. ഭക്തി കൊണ്ട് മനസ്സ് സത്വഗുണപ്രധാനമായി തീരും. രജസും തമസും അടങ്ങും. അങ്ങനെയുള്ള മനസ്സിലോ ഞാൻ ആത്മാവാണെന്ന ബോധം, അതുതന്നെയാണ് ജ്ഞാനം. ജ്ഞാനമുണ്ടാവും. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും, മുക്തനായിത്തീരും. മോക്ഷപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗം, വളരെ എളുപ്പം സാധിക്കുന്നൊരു രീതി അത് ഈ ഭക്തിയോഗമാണ്. എളുപ്പത്തിൽ ഒരു സാധകനെ ഭക്തിയോഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണ് ഭഗവത് കഥ. അതുകൊണ്ട് വിവരമുള്ള വിവേകിയായ ആർക്കാണ് പരീക്ഷത്തെ ഭഗവത് കഥകളിൽ താല്പര്യം തോന്നാതിരിക്കുക? ഹൃദയം ശുദ്ധമാവണം എന്നുള്ളവർക്കൊക്കെ ഈശ്വര കഥകളോട് താല്പര്യമുണ്ടാവും എന്ന് സാരം. അത് എത്ര മോശക്കാരനാണെങ്കിലും, എത്ര അറിവില്ലാത്തവനാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള അജ്ഞാനം മെല്ലെ മെല്ലെ നീക്കി ആ പരമഗതിയിലെത്തിക്കും ഈശ്വര കഥകൾ. ഇതാണ് ഭഗവാന്റെ കഥകളുടെ മഹത്വം പറഞ്ഞതാണ് ഈ ശ്ലോകത്തിൽ. ഭഗവത് ഭക്തന്മാരുടെ ആ സംഘം നിമിത്തം ഒരു സാധകന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സിദ്ധിക്കുന്ന ഹരികഥാശ്രവണം, ഈശ്വര കഥകൾ കേൾക്കാനുള്ള അവസരം, അതിൻ്റെ ആ മഹാത്മ്യത്തെ സൂചിപ്പിക്കുകയാണ്. രാഗം, ദ്വേഷം, രാഗം എന്ന് പറഞ്ഞാൽ ഒട്ടൽ, ദ്വേഷം എന്ന് പറഞ്ഞാൽ അയാളുടെ സാന്നിധ്യം വിഷമിപ്പിക്കുക. ചിലരോട് ദ്വേഷം ഉണ്ടാവും, ചിലരോടൊരു രാഗമുണ്ടാവും. ജനിക്കുക, മരിക്കുക, പലതരത്തിലുള്ള ദുഃഖം, പലതും കണ്ട് ഭ്രമിക്കുക, വിശപ്പ്, ദാഹം, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതൊക്കെ ഗുണങ്ങളുടെ സമ്മേളനം കൊണ്ടുണ്ടാവുന്നതാണ് ഈ വികാരങ്ങളൊക്കെ. ഈശ്വരനെ പറ്റി അറിഞ്ഞാൽ, അല്ലെങ്കിൽ പരമായ ജ്ഞാനം സിദ്ധിക്കുമ്പോൾ ഈ രാഗദ്വേഷങ്ങളൊക്കെ അടങ്ങും. അപ്പോൾ അത് കാരണമുണ്ടാകുന്ന ദുഃഖവും ഇല്ലാതെയാവും, മനപ്രസാദം ഉണ്ടാവും, വിരക്തി സ്വാഭാവികമായിട്ട് സംഭവിച്ചോളും. ഇതൊക്കെ എളുപ്പം സാധിക്കും ഈശ്വര കഥകളെ കൊണ്ട്. അതുകൊണ്ട് നേരെ ആവണം എന്ന ആഗ്രഹമുള്ള ആരും
ഈശ്വരകഥ കേൾക്കാണ്ടിരിക്കില്ല എന്ന് സാരം. ഇതാണ് 12ാമത്തെ ശ്ലോകത്തിൻ്റെ ആശയം. ഒന്നുകൂടി വായിക്കാം. ആ ശ്ലോകം വളരെ പ്രധാനമാണ്. ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമി ചക്രമാത്മപ്രസാദ ഉത യത്ര ഗുണേഷ്വസംഗഃ കൈവല്യസമ്മത പഥസ്ത്വത ഭക്തിയോഗഃ കോ നിർവൃതോ ഹരികഥാസു രതിം ന കുര്യാത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.